അഞ്ചു വൈകുന്നേരം വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴാണ് അവളെ അന്വേഷിച്ച് സായി വന്നത്. അഞ്ജലി, തികച്ചും ഗൗരവത്തോടെ നിൽക്കുന്നവനെ സംശയത്തോടെ നോക്കി അവൾ. എന്ത് സർ? താനിപ്പോൾ ഫ്രീ ആണോ? ഐ ഹാവ് ടു ടോക്ക് വിത്ത് യു. ഓഫ് കോഴ്സ് സർ. എന്നാൽ നമുക്ക് ഔട്ട്സൈഡ് നോക്കാം. എനി പ്രോബ്ലം? നോ സർ, ഐ ആം ഓക്കെ. ദെൻ ലെറ്റ്സ് ഗോ. സായിയുടെ കാർ ഓഫീസിന് പുറത്തേക്ക് പോയി. ഡ്രൈവിങ്ങിനിടയിൽ അഞ്ജുവിൻ്റെ മിഴികൾ അവനിൽ തന്നെയായിരുന്നു. പതിവില്ലാത്ത വിധം അവനിൽ എന്തോ അസ്വസ്ഥതയും പിരിമുറുക്കവും ഉള്ളതായി അവൾക്ക് തോന്നി. വരട്ടെ, നോക്കാം. അതും ചിന്തിച്ച് അവൾ പുറത്തേക്ക് മിഴികൾ നട്ടു. സായിയുടെ മെസ്സേജ് കണ്ടിരുന്നതിനാൽ ആദ്യ നേരത്തെ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. മാൻഷനിലേക്കുള്ള യാത്രയിൽ അവൻ്റെ ഉള്ളിൽ നിറയെ ജാനു ആയിരുന്നു. ഡ്രൈവിങ്ങിനിടയിലും അവളുടെ പരിഭ്രം നിറഞ്ഞ മുഖമോർക്കെ അവന് ചിരി വന്നു. മാൻഷനിൽ കയറിയപ്പോഴേ കണ്ടു അവനെ കാത്തെന്ന പോൽ സോഫയിലിരിക്കുന്ന അച്ചുവിനെ. ആദി. അവളെ ശ്രദ്ധിക്കാതെ പോലെ മുന്നോട്ട് നടന്നെങ്കിലും അച്ചുവിൻ്റെ വിളി കേൾക്കി അവൻ അവിടെ നിന്നു. അവന് നന്നായി ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അതടക്കി പിടിച്ച് തിരിഞ്ഞ് അവളെ നോക്കി. എന്താ അച്ചു? പരമാവധി മയത്തിൽ അവൻ ചോദിച്ചു. ആദ്യം ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോകാമായിരുന്നു. ലൈക്ക് ഷോപ്പിംഗ് ആൻഡ് കാൻഡിൽ ഡിന്നർ. കൊഞ്ചലോടെ ചോദിക്കുന്നവളെ കാണി മുഖമടച്ചൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും എല്ലാം സഹിച്ച് മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു അവൻ. സോറി ഡിയർ, ഞാൻ അല്പം വർക്ക് പ്രഷറിലാണ്. സോ നമുക്ക് മറ്റൊരു ദിവസം പോകാം. ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആദിയുടെ വാക്കുകൾ അവളിൽ നിരാശ പടർത്തിയെങ്കിലും പിന്നീട് പോകാമെന്നുള്ള അവൻ്റെ ഉറപ്പിൽ അവൾ സന്തോഷം കൊണ്ടു. അച്ചുവിനോടുള്ള ദേഷ്യത്തിലാണ് ആദി റൂമിലേക്ക് കയറിയത്. അവൻ്റെ മിഴികൾ ജാനുവിനെ തേടി അലഞ്ഞു. റൂമിലെ ബുക്ക് ഷെൽഫിന് താഴെയായിട്ടുള്ള റൗണ്ട് ബീൻ ബാഗിൽ ഇരുന്നുറങ്ങുന്നവളെ കാണി അവൻ്റെ ചൊടികൾ വിടർന്നു. കക്ഷി ഏതോ പുസ്തകം വായിച്ചുറങ്ങിപ്പോയതാണ്. ബ്ലേസറും ഷർട്ടും അഴിച്ച് ബിന്നിലേക്കിട്ട ശേഷം അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. അവൾക്കരികിലായി ഇടതു കാൽ മടക്കി മുട്ടുകുത്തിയിരുന്നു. അവൻ്റെ മിഴികൾ അവളുടെ മുഖത്താകെ അലഞ്ഞു. ഉറക്കത്തിൽ ശല്യം ചെയ്യാനെന്ന പോലെ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകളെ അവൻ ഒതുക്കി വെച്ചു കൊടുത്തു. ചുരുണ്ടുകൂടി കിടക്കുന്നവളെ ഉണർത്താതെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പതിയെ എടുത്ത് നെഞ്ചോട് ചേർത്തു. ഒന്ന് ചിണുങ്ങിയെങ്കിലും ആദിയുടെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടന്നു അവൾ. പിറ്റേന്ന് രാവിലെ ആദി ഉണർന്ന് ആദി അവളെ ബെഡിൽ കിടത്തി എഴുന്നേറ്റപ്പോഴാണ് ധാവണിയുടെ ഷോൾ നീങ്ങിക്കിടക്കുന്നത് ആദിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ കുഞ്ഞുദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഹിപ് ചെയിൻ കാണി അവൻ്റെ ചുണ്ടുകൾ കൂർത്തു. തല ഒന്ന് കുടഞ്ഞവൻ ഷോൾ നേരെ പിടിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി അവളുടെ നെറുകയിൽ മുത്തി വാഷ്റൂമിലേക്ക് നടന്നു. ഇതൊന്നും അറിയാതെ ജാനിക്കൊച്ച ശാന്തസുന്ദരമായ ഉറക്കത്തിലായിരുന്നു. ബീച്ചിൽ വിദൂരതയിൽ കണ്ണു നട്ടിരിക്കുവാണ് സായി. അവനരികിലിരുന്ന് നൈൽ പോളിഷ് ചുരണ്ടി കളിക്കുകയാണ് അഞ്ജു. മൗനം വെടിഞ്ഞ് സായി സംസാരത്തിന് തുടക്കമിട്ടു. കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു പ്രിയ. പലപ്പോഴും ഞാൻ കണ്ടിരുന്നു എന്നിൽ മിഴി നട്ട് ചുറ്റുമുള്ളതെല്ലാം മറന്നിരിക്കുന്നവളെ. ആദ്യമൊന്നും ഞാൻ അതിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നില്ല. ഒരിക്കൽ കോളേജിൽ വെച്ച് അവൾ എന്നെ പ്രപ്പോസ് ചെയ്തു. ആദ്യം തന്നെ ഞാൻ എതിർത്തു. പിന്നീട് അവളെ ഞാൻ കണ്ടിട്ടേയില്ല. ഒരുപക്ഷെ അവളെല്ലാം മറന്ന് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ വർഷം വീണ്ടും എന്നെ കാണാൻ പ്രിയ വന്നിരുന്നു. എന്നെ മറക്കാൻ കഴിയില്ലെന്നും മറക്കണമെങ്കിൽ അവൾ മരിക്കണമെന്നും. എൻ്റെ പ്രണയത്തിനു വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്നവളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. 2 months കഴിഞ്ഞ അവളുടെ ബർത്ത്ഡേ ദിവസം അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. പറഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രണയം അവൾ അറിഞ്ഞിരുന്നു. പിന്നീട് ഒരു പ്രണയിനിയെ പോലെ തന്നെയായിരുന്നു അവളുടെ പെരുമാറ്റവും സംസാരവും. എനിക്കും സന്തോഷം തോന്നി. കാരണം ഞാൻ പറയാതെ എന്നെ അറിഞ്ഞതിൽ. 2 മാസം പറഞ്ഞുകൊണ്ട് അവളുടെ പ്രണയവും പറയാതെ എൻ്റെ പ്രണയവും ഞാൻ ആസ്വദിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം നൈറ്റ് അവളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്നും ഞാൻ പോയില്ലേ പിന്നെ അവൾ മിണ്ടില്ലെന്നും പറഞ്ഞിട്ടാണ് അവസാനം അവളെ പോയത്. ആദിയോട് പറഞ്ഞു അന്ന് അവളെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ വർമ്മ ഡിസൈൻ മീറ്റിംഗ് വന്നപ്പോൾ അന്ന് തന്നെ അവന് അബ്രോഡ് പോകേണ്ടതായി വന്നു. പറഞ്ഞു നിർത്തി അവൻ അഞ്ജുവിനെ നോക്കി. പുള്ളിക്കാരി കഥ കേൾക്കുന്ന ലാഘവത്തിൽ കണ്ണുമുരുട്ടി പിടിച്ച് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എന്തോ അത് കണ്ടപ്പോൾ ഇത്രയും നേരം മനസ്സിൽ തോന്നിയിരിക്കുന്ന അസ്വസ്ഥത കുറഞ്ഞതുപോലെ തോന്നി അവന്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ബാക്കി പറയാൻ തുടങ്ങി. ഒരുപാട് സന്തോഷത്തോടെ അവളുടെ ഫേവ് ചോക്ലേറ്റ്സും റോസ് ബൊക്കറ്റും ഒക്കെ ആയിട്ടാണ് അവൾക്കരികിലേക്ക് പോയത്. പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചത് അവളുടെ വിടർന്ന മുഖമായിരുന്നു. പക്ഷേ കണ്ടത് പുച്ഛത്തോടെ നിൽക്കുന്നവളെയാണ്.
അതുവരെ അവൾക്ക് കിരണായിരുന്നു ഞാൻ സായിയായി മാറി. അവൾക്ക് ഞാനൊരു ക്രഷ് മാത്രമായിരുന്നെന്ന്. അവളുടെ പ്രപ്പോസൽ നിരസിച്ചപ്പോൾ ഉടലെടുത്ത വാശി മാത്രമായിരുന്നു ഞാനെന്ന്. അവൾക്ക് മുന്നിൽ ഞാൻ മുട്ടുകുത്തണമെന്ന വാശി. അത് നടന്നു. അപ്പോൾ തന്നെ അവളുടെ ഫിയാൻസി എനിക്ക് കാണിച്ചു തന്നു. ഫേമസ് ന്യൂറോളജിസ്റ്റായ കാർത്തിക്. അവൻ ചോദിച്ചൊരു ചോദ്യം, ഒരു സാധാരണക്കാരൻ വെറും ഒരു സ്കൂൾ അധ്യാപകൻ്റെ മകന് പ്രിയയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന്. ഉള്ളിൽ തറഞ്ഞു പോയിരുന്നു അവൻ്റെ ആ വാക്കുകൾ. അന്നെല്ലാം കൊണ്ടും തകർന്നാണ് ഞാൻ വീട്ടിലേക്ക് തിരികെ പോയത്. പോകുന്നതിന് മുന്നേ പ്രണയത്തിനോടുള്ള ആ വിശ്വാസം ആ കടൽക്കരയിൽ ഉപേക്ഷിച്ചായിരുന്നു ഞാൻ പോയത്. പിന്നീട് അങ്ങോട്ട് ദേഷ്യവും വാശിയും, ആരോടും മിണ്ടാതെ. അച്ഛനും അമ്മയും ഒക്കെ എന്നെക്കുറിച്ച് ആലോചിച്ച് വേദനിക്കുന്നു എന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാതെ ആദ്യയെപ്പോലും ഞാൻ ശ്രദ്ധിക്കാതെയായി. ഒന്നിച്ച് ജനിച്ചും ഒരുമിച്ച് വളർന്നതല്ലേ. എല്ലാം കളഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക് വന്നു എനിക്കായി. മാൻഷനിൽ പോലും കയറാതെ നേരെ വീട്ടിലേക്കാണ് വന്നത്. അവനെ കണ്ട് സന്തോഷത്തോടെ ചെന്ന് അമ്മയും അച്ഛനെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരിൻ്റെ റൂമിലേക്ക് വന്നു. അവനെ കണ്ട് സന്തോഷത്തിൽ ഞാൻ സംസാരിക്കാനാഞ്ഞെങ്കിലും അടുത്ത നിമിഷം അവൻ എൻ്റെ ഷർട്ടിൽ തൂക്കി ഹാളിലേക്ക് വലിച്ചിട്ടു. അമ്മയുടെയൊക്കെ മുൻപിൽ വെച്ച് തന്നെ മുഖമടച്ച് രണ്ട് തന്നു. വായിൽ വന്ന ഭരണിപ്പാട്ട് മുഴുവൻ വിളിച്ചു കഴിഞ്ഞാണ് അവൻ അടങ്ങിയത്. പിന്നെ വീട്ടിൽ പറഞ്ഞെന്നെ കൂട്ടി ബീച്ചിലേക്ക്. അവിടെ വെച്ച് ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ അവനോട് പറഞ്ഞു. അത്രമേൽ ഞാൻ പ്രിയയെ സ്നേഹിച്ചിരുന്നു. അന്ന് തളർന്ന എന്നെ ഈ നിലയിലാക്കിയത് എൻ്റെ ആദിയാണ്. ഞാൻ അറിയാതെ അവൻ പ്രിയയെ പോയി കണ്ടിരുന്നു. കൂട്ടത്തിൽ അവളുടെ കാർത്തികിന് മുഖം അടച്ചൊന്ന് കൊടുത്തു. ആദ്യം തന്നെയാണ് എന്നെ ബിസിനസ്സിലേക്ക് തിരിച്ചത്. അവിടുന്ന് അങ്ങോട്ട് വാശിയായിരുന്നു. പ്രണയം എന്നതേ വെറുപ്പായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൻ അഞ്ജുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ എന്താ പ്രതീക്ഷിച്ചതെന്ന പോലെ അവൻ്റെ മിഴികളിൽ തിരഞ്ഞു. അത് മനസ്സിലായെന്ന പോലെ അവനിൽ ഒരു ചെറുചിരി തെളിഞ്ഞു. അന്ന് പ്രണയം വെറുത്ത ഞാൻ പിന്നീട് ഒരിക്കൽ കൂടെ ഒരു ചട്ടമ്പി പെണ്ണ് കാരണം പ്രണയെന്ന മാന്ത്രികതയിൽ അകപ്പെട്ടു. അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയതാളം തെറ്റിച്ചു. ഇനിയും വൈകിക്കുന്നതിൽ അർത്ഥമില്ല. പറയാതെ പറഞ്ഞ പ്രണയം ഇന്നീ നിമിഷം ഞാൻ തുറന്നു പറയുകയാണ്. ഒരിക്കൽ കൂടെ പ്രണയമെന്ന വികാരം എന്നുള്ളിൽ തീർത്തത് നീയാണ് അഞ്ജലി. നീ എനിക്ക് സ്വന്തമാകുമോ ഇല്ലയോ അറിയില്ല എനിക്ക്. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ ഒരാളും വരില്ല. മറ്റൊരുവൾക്കും ഞാൻ സ്വന്തമാകില്ല. അതെൻ്റെ വിശ്വാസമാണ്, തീരുമാനമാണ്. അവൻ്റെ വാക്കുകൾ അവളുടെ മിഴികളെ നനച്ചു. ഒറ്റക്കുതിപ്പിൽ അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ അവനെ മുറുക്കെ പിടിച്ചു. കൂടെയുണ്ടാകും ഞാൻ ശ്വാസം നിലയ്ക്കുന്ന നാളുവരെ. കൂടുതലൊന്നും പറഞ്ഞില്ല അവൾ. പക്ഷേ ആ വാക്കുകൾ ചുട്ടുപൊള്ളിക്കുന്ന അവൻ്റെ ഹൃദയത്തിനായി അവൾ പടച്ചുവിട്ടതായിരുന്നു. സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകളോടെ, പ്രണയം തുടിക്കുന്ന ഹൃദയത്തോടെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവരുടെ പ്രണയ നാളുകൾക്ക് തുടക്കം കുറിച്ചെന്ന പോലെ അസ്തമയ സൂര്യൻ കടലാഴങ്ങളിലേക്ക് താന്നുപോയിരുന്നു ആ നിമിഷം. ഉറക്കം മതിയാകാതെ ആലസ്യം നിറഞ്ഞ മിഴികളോടെ ജാനു ബെഡിൽ എഴുന്നേറ്റിരുന്നു. കൺതിരുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി അവള്. റൂം ഫുൾ കർട്ടനിട്ടിരുന്നത് റൂം മുഴുവൻ ഇരുട്ട് പകർന്നിരുന്നു. അലസതയോടെ അവളുടെ മിഴികൾ റൂം മുഴുവൻ ആദിക്കായി പരതി. പക്ഷെ അവൻ അവിടെ ഇല്ലായിരുന്നു. അഴിഞ്ഞുലിഞ്ഞ മുടികളെ മാടിയൊതുക്കിയ ശേഷം ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത് നോക്കി. അഞ്ജുവിൻ്റെ കുറേ സ്മൈലീസ്. അത് കണ്ട് ചിരിയോട് കൂടെ കിസ്സിങ് ഇമോജി അയച്ചു. നോട്ടിഫിക്കേഷൻ ചിത്രാമ്മയുടെ മെസ്സേജ് കാണെ എടുത്തു നോക്കി. താജ്മഹലിൻ്റെ മുന്നിൽ നിന്നുള്ള മുത്തുവിൻ്റെ സെൽഫീസ് പല പോസിലുണ്ട്. 1-2 ചിത്രാമ്മയുമുണ്ട്. മുഖത്ത് മുഴുവൻ സ്ഥായി ഭാവം, ഗൗരവം. കഴിഞ്ഞ ദിവസം ചിത്രാമ്മ ഒരു മീറ്റിങ്ങിനായി പോയപ്പോൾ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞു പോയതാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നത് കൊണ്ട് നാളെ തന്നെ തിരികെ വരും. എന്തോ മുത്തുവും അമ്മയും പോയപ്പോൾ ഒരു വല്ലായ്മ. ആരും ഏട്ടനും ലക്കി കോളേജിൽ ഹോസ്പിറ്റൽ അങ്ങനെ പോയി. പിന്നെ ആകെ മിണ്ടാനുള്ളത് ഐഷു അമ്മ മാത്രം. പപ്പ വന്ന അമ്മ അങ്ങോട്ട് പോകും. പിന്നെ ആച്ചു പിശാചും അവൾക്ക് പറ്റിയ അച്ഛനും അമ്മയും. കുടുംബത്തോടെ കെട്ടിയെടുത്തിട്ടുണ്ട് മനുഷ്യനെ കൊല്ലാൻ. എൻ്റെ ദേവേട്ടനെ കാണുമ്പോൾ അവളുടെ ഒടുക്കത്തെ കൊഞ്ചൽ, അവളുടെ ഒരു ആദി. തേനൊലിപ്പിച്ച് വിളിക്കുന്നത് കേട്ടാ അടിച്ചു ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നും. അമർഷത്തോടെ ഓർത്തുകൊണ്ട് അവൾ മുത്തുവിൻ്റെ മെസ്സേജിന് റിപ്ലൈ അയച്ചു. അന്നേരമാണ് റൂമിലെ ഡോർ ആരോ തുറന്നത്. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ചെറുചിരിയോടെ വരുന്ന ഐഷുവിനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ആഹാ, മോളുറക്കമൊക്കെ കഴിഞ്ഞെഴുന്നേറ്റോ? എന്തേ പതിവില്ലാത്ത വിധം സന്ധ്യാസമയത്തൊരു ഉറക്കം? ഒന്നുമില്ലമ്മ, ബുക്ക് വായിച്ചുറങ്ങിപ്പോയതാണ്.
മോള് ഫുഡ് കഴിച്ചില്ലല്ലോ, ഞാൻ വിളിക്കാൻ വന്നതാ. കുറച്ചു മുന്നേ ആരും വന്നിരുന്നു. അപ്പോൾ മോള് നല്ല ഉറക്കം, അതാ പിന്നെ വിളിക്കാഞ്ഞേ പറഞ്ഞുകൊണ്ട് ഐഷു അവളുടെ തലയിൽ തലോടി. അമ്മ താഴേക്ക് പോയിക്കോ, ജാനു പോയി മുഖം കഴുകി താഴേക്ക് വാ. 9:30 ആകാറായി, അത്താഴം കഴിക്കാം. ഐഷു താഴേക്കിറങ്ങി. പിറകെ ഒന്ന് മുഖം കഴുകി ജാനുവും. പകുതി സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴാണ് താഴെ സോഫയിലിരിക്കുന്ന ആദിയെ അവനെ ഒട്ടിച്ചേർന്നിരിക്കുന്ന അച്ചുവിനെയും കാണുന്നത്. ആദി ലാപ്പിൽ കാര്യമായി നോക്കുവാണ്. അവനോട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട്. മറുപടിയൊന്നും പറയുന്നില്ല എങ്കിലും അവനെല്ലാം മൂളി കേൾക്കുന്നുണ്ട്. അവരുടെ ഇരിപ്പ് കാണി ജാനുവിൻ്റെ ചുണ്ടുകൾ കൂർത്തു. ശോഭം. അവളെ പുച്ഛത്തോടെ നോക്കുന്ന അച്ചുവിനെ നന്നായി സ്മരിച്ചു ജാനു. ജാനുവിനെ കാണിക്കാൻ എന്ന പോൽ വീണ്ടും വീണ്ടും അച്ചു ആദിക്കരികിലേക്ക് നീങ്ങി. എന്നാ പിന്നെ മടിയിൽ കയറി ഇരിക്കടി. ഉള്ളിൽ തെറി വിളിച്ചുകൊണ്ട് അമർഷത്തോടെ ജാനു ചവിട്ടിത്തുള്ളി പടിയിറങ്ങി. മുഖം വീർപ്പിച്ച് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ലക്കിക്കും ആരുവിനും അടുത്തായി പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ നോട്ടം അച്ചുവിൽ തന്നെയായിരുന്നു. അധികം വൈകാതെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. മിസ്റ്റർ വർമ്മ ജാനിയെ നോക്കി പുഞ്ചിരിച്ചു. തിരികെ അവളും ചെറുചിരി സമ്മാനിച്ചു. അപ്പോഴേക്കും ആദ്യം അച്ചും പുട്ടീസ് ഡാഡിയും പുട്ടീസ് മമ്മിയും എല്ലാവരും വന്നു. അച്ചു ആദിയുടെ അടുത്തായാണ് ഇരുന്നത്. ചിത്രാമ്മയോ മുത്തശ്ശിയോ ഇല്ലാത്തത് കൊണ്ട് അവൾക്കിപ്പോൾ നല്ല ധൈര്യമാണ്. ഐഷു ആണിൽ വർമ്മ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാതിരുന്നു. ജാനു ആണിൽ ആദിയെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. കൂട്ടത്തിൽ പല്ലൊരുമി അച്ചുവിനെയും. അവളുടെ ദേഷ്യം കാരണം കയ്യിലിരുന്ന ചപ്പാത്തിയുടെ പീസ് ജ്യൂസ് പോലെ ആയിപ്പോയി. അന്നേരമാണ് ആരു ജാനിയെ നോക്കിയത്. വലിഞ്ഞു മുറുകി അവളുടെ മുഖം കാണി ആരു സംശയത്തോടെ ആദിയെ നോക്കി. അവളുടെ മുഖവും കൂർത്തു. വല്യേട്ടാ. പെട്ടെന്നാണ് ആരു വിളിച്ചത്. അച്ചു ആദിയോടുള്ള കൊഞ്ചല നിർത്തി നേരെ നോക്കി. എല്ലാവരുടെയും ശ്രദ്ധ ആരുവിൽ തന്നെയായിരുന്നു. എന്താ കുഞ്ഞാറ്റെ? മുഖം വീർപ്പിച്ചു നോക്കുന്നവളെ കണ്ടവൻ തിരക്കി. മറുപടിയൊന്നും പറയാതെ ആരു കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് മുന്നിലേക്ക് നീക്കി വെച്ചു. എന്നിട്ട് അവനെ നോക്കി. എല്ലാവരും സംശയത്തോടെ അവളെ നോക്കിയപ്പോൾ ആദിയുടെ മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരിയായിരുന്നു. അച്ഛനടുത്തു നിന്നും എഴുന്നേറ്റവൻ ആരുവിൻ ലക്കിക്കും നടുക്കായി വന്നിരുന്നു. ആരുവിലേക്ക് ജാനു ഒഴികെയുള്ളവർ ഒന്നും മനസ്സിലാകാതെ ആദിയെ തന്നെ നോക്കി. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ആരു മാറ്റിവെച്ച പ്ലേറ്റ് മുന്നിലേക്ക് നീക്കി ആരുവിന് വാരിക്കൊടുക്കാൻ തുടങ്ങി. അവളും ചെറുചിരിയോടെ തൻ്റെ ഏട്ടൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചിരുന്നു. തങ്ങളെ നോക്കി ചുണ്ട് കൂർപ്പിച്ചിരിക്കുന്ന ലക്കിയെ നോക്കി ഇരുവരും അടക്കി ചിരിച്ചു. പിന്നെ ആദ്യ തന്നെയാണ് ലക്കിക്കും ആരുവിനും ഫുഡ് കൊടുത്തത്. അത്രയും നേരം അച്ചുവിൽ കണ്ടിരുന്ന പുച്ഛം ഇപ്പോൾ ജാനുവിൻ്റെ മുഖത്തായിരുന്നു. ഇതൊക്കെ ഇടം കണ്ണിട്ട് നോക്കിയിരുന്ന ആദി ഉള്ളിൽ നിറഞ്ഞ സ്നേഹത്തോടെ ജാനുവിനെ നോക്കി, മറ്റാരും കാണാതെ. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ പോയ ആദിയെ തിരക്കി സായി വന്നു. അവനെയും പിടിച്ച് സായി നേരെ പുറത്തെ ഗാർഡനിലേക്കാണ് പോയത്. എന്താടാ? വെറുതെ, ഉറക്കം വന്നില്ല, അപ്പോൾ വിചാരിച്ചു നിന്റെ അടുത്തേക്ക് വരാന്ന്. ഓ അങ്ങനെ. പിന്നെ അവരുടെ സംസാരം ബിസിനസ് റിലേറ്റഡ് ആയിരുന്നു. പക്ഷെ സായി ഇടയ്ക്കിടെ ഫോൺ നോക്കുന്നതും പിന്നീടുള്ള സംസാരവും ആദ്യം ശ്രദ്ധിച്ചിരുന്നു. സായിയുടെ സംസാരം അവനല്പം വിയർഡായി തോന്നി. കാരണം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എങ്കിലും അവനൊന്നും മിണ്ടാതെ എല്ലാം കേട്ടോണ്ടിരുന്നു. ഏട്ടൻ നിന്ന് വേഗമാകട്ടെ, വലിയേട്ടെങ്ങാനും കയറി വന്ന. എൻ്റെ പൊന്നാരൂസേ, നീ പേടിക്കാതെ. ജാനു പെട്ടെന്നാകട്ടെ ആ പൊടി ബോക്സിലേക്കിട്. അങ്ങനെ തന്നെ നന്നായി മിക്സ് ചെയ്യടി. ആരു, ജാനു പെട്ടെന്നാവട്ടെ. അച്ചു പിശാച് ഹാളിൽ നിന്നും സ്റ്റെയർ സൈഡിലേക്ക് വരുന്നുണ്ട്. ദേ കഴിഞ്ഞു, ഇനി പാലുകൂടെ സെറ്റാക്കിയാൽ മതി. അച്ചുവിൻ്റെ ഒടുക്കത്തെ പുച്ഛം കാരണം കലകയറി ജാനു അഞ്ചമ്മയാണ് വിളിച്ചത്. ചങ്കിന് നൊന്ത് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ തന്നെ അഞ്ചു അച്ചുവിനുള്ള അടാറ് പണി റെഡിയാക്കി. അഞ്ചു ആദ്യം വിളിച്ചത് സായിയെയാണ്. കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തു. കൂട്ടത്തിൽ അച്ചുവിനായുള്ള പണിയും. ആദ്യം സായി ഒന്ന് പിന്നോട്ടാണെങ്കിലും അച്ചുമ്മയുടെ 3-4 ഫ്ലൈയിങ് കിസ്സിൽ സെക്കൻഡ് ഫ്ലാറ്റ്. അപ്പം തന്നെ സായി ഒരു പാക്കറ്റ് നായ്ക്കൊണ്ണപ്പൊടി ഒപ്പിച്ചു. അതുമായാണ് രാത്രി മാൻഷനിൽ പോയത്. ജാനുവിന് ഒറ്റയ്ക്ക് വയ്യാത്തത് കൊണ്ട് ലക്കിയോടും ആരുവിനോടും പറഞ്ഞിരുന്നു. ലക്കി ഫുൾ സപ്പോർട്ട്. അല്പം പേടിയുണ്ടേലും ആരുവും. പിന്നെ വീഡിയോ കോളിൽ അഞ്ചുമയും. ആദ്യം കാണാതെ സായി കൊണ്ടുവന്ന പൊടിലക്കി കൈപറ്റി ജാനുവിനെ ഏൽപ്പിച്ചു. അതും ഒരു ചെറിയ ബോക്സിൽ അല്പം 100 ചെറുനാരങ്ങയുടെ ശക്തി വിമ്മും പോർ സർഫുമായി അച്ചുവിൻ്റെ റൂമിലേക്ക് കയറി ആരുവും ജാനിയും. ലക്കി അച്ചു കാണാതെ അവളെ നിരീക്ഷിക്കുന്ന ഡ്യൂട്ടിയായിരുന്നു ഏറ്റെടുത്തത്. ജാനു ആദ്യം തന്നെ അച്ചുവിൻ്റെ മേക്കപ്പ് ബോക്സ് കണ്ടുപിടിച്ചു. കോമ്പാക്ട് പൗഡർ എടുത്ത് അതിൽ പൊടി മിക്സ് ചെയ്ത് വെച്ചു. ശേഷം ടേബിളിൽ വെച്ചിരുന്ന പാലിലേക്ക് വിമ്മും സർഫും കുറച്ചധികം ഹോർലിക്സും കലക്കി വെച്ചു.
ആരു പേടിയോടെയാണ് നിൽക്കുന്നത്. എങ്കിൽ ജാനുവിന് ആവശ്യത്തിന് മോട്ടിവേഷൻ വീഡിയോ കോൾ വഴി അഞ്ചു കൊടുക്കുന്നുണ്ട്. ജാനു, ആരു ഇറങ്ങി ഓടിക്കോ, പുട്ടീസ് ഡാഡി വരുന്നുണ്ട്. ഇയർഫോൺ വഴി ലക്കി പറയവേ ജാനുവും ആരുവും എല്ലാം സെറ്റാക്കി റൂമിൽ നിന്നും ഇറങ്ങി 2 വഴിക്കായി മാറി. അപ്പോൾ ഓക്കേടാ, നീ പോയി കിടന്നു, നാളെ കാണാം. അഞ്ജുവിൻ്റെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ സായി ആദിയോട് പറഞ്ഞ് തിരികെ പോയി. ആദി അവനെ സംശയത്തോടെ നോക്കി. എന്നാലും ഇവനിത് എന്തു പറ്റി? ആർക്കറിയാം. ചോദ്യവും മറുപടിയും അവൻ തന്നെ പറഞ്ഞ് അകത്തേക്ക് കയറി. ഏട്ടാ, ഓടിപ്പാഞ്ഞു വരുന്ന ലക്കിയെ കണ്ണും തള്ളി നോക്കി ആദി. എന്താടാ, നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാം പ്ലീസ്. കണ്ണു ചുരുക്കി കൊഞ്ച് ചോദിക്കുന്നവനെ അടിമുടി നോക്കി ആദി. എന്തേലും പറയേട്ടാ, നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാം. ചിണുങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. മതിയടാ, മതി ചിണുങ്ങിയത്, ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടക്കാം പോരെ? അവൻ്റെ മുടിയിൽ കൈവിരലുകൾ കൊണ്ട് അലസമാക്കി ആദി പറഞ്ഞു. ഏട്ടൻ്റെ റൂമിലെ ബാൽക്കണിയിൽ കിടക്കാം. പ്രതീക്ഷയോടെ നോക്കുന്നവനെ കണ്ണു ചിമ്മി കാണിച്ചു ആദി. ആദിയുടെയൊക്കെ റൂമിലെ ബാൽക്കണിയിൽ നിരന്ന് കിടക്കുകയാണ് ലക്കി, ആരു, ആദി, ജാനു. ആദ്യം ലക്കി, അത് കഴിഞ്ഞ് ആദി, ആരു. ഇവർക്ക് നടുക്കായി കിടപ്പുണ്ട്. ആദിക്കപ്പുറവും ജാനുവും. അവരെ ഏട്ടന്മാർക്കും അനിയത്തിമാർക്കും ഇടയിൽ കയറണ്ടെന്ന് കരുതി റൂമിൽ കിടക്കാൻ ഒരുങ്ങിയവളെ ലക്കിയും ആരുവും കൂടെ അവർക്കെടുത്ത് പിടിച്ചു കിടത്തിയതാണ്. അപ്പോഴാണ് ആദിക്കും സമാധാനമായത്. ജാനു റൂമിലെ ഡോറും ബാൽക്കണി ഡോറും ലോക്ക് ചെയ്തു. ആരുവാണെങ്കിൽ ആദിയും ലക്കിയും സംസാരിച്ച് കിടന്ന ടൈം നോക്കി ആദിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ഇനി നീ എൻ്റെ ദേവേട്ടനെ വിളിക്കുന്നത് എനിക്കൊന്ന് കാണണം പിശാച്, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ ആദിയെ തന്നെ മെഴിനട്ടു കിടന്നു. ആരുവിനെയും ലക്കിയേയും ചുറ്റിപ്പിടിച്ച് കിടക്കുവാനും പ്രണയത്തോടെ നോക്കി അവൾ. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി. ആരും ലക്കിയും ഉറങ്ങിയെന്ന് കണ്ട് ആദി പതിയെ തിരിഞ്ഞു. 2 കൈയും ചുരുട്ടി പിടിച്ച് ചുരുണ്ട് കൂടിക്കിടക്കുന്ന തൻ്റെ പ്രാണനെ മതിവരുവോളം നോക്കി അവൻ. പിന്നെ അവളെ ഉണർത്താതെ എടുത്തു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഒപ്പം പതിവ് പോലെ നെറുകയിൽ വാത്സല്യം കലർന്ന സ്നേഹചുംബനവും അവളുടെ കുഞ്ഞു ചുണ്ടുകളിൽ പ്രണയം കലർന്ന ചുംബനവും നൽകി. അവൻ കണ്ണുകളടച്ചു. അപ്പോഴും അവൻ്റെ കൈകൾ താരാട്ടുപോലെ ജാനുവിൻ്റെ മുടിയിഴകളെ തഴുകി. തനിക്ക് മുന്നിലുള്ള അടാറു പണി അറിയാതെ ഫ്രഷായി വന്ന് മേക്കപ്പും ചെയ്ത് ടേബിളിൽ നിന്ന് പാലും എടുത്ത് കുടിച്ചു വച്ചു. നല്ല ടേസ്റ്റ്. പാൽ ഗ്ലാസ്സിലെ അവസാന തുള്ളിയും അവൾ കുടിച്ചു.